ആശ്വാസമായി ട്രൈബൽ മെഡിക്കൽ ക്യാമ്പ്. ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൽ സമ്പൂർണ്ണത അഭിയാൻ ലോഞ്ചിംഗ് നടത്തി. ഇതിനോടനുബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഞ്ജീവനി ട്രൈബൽ മെഡിക്കൽ ക്യാമ്പും നടത്തി. വെസ്റ്റളരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മോഹനന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ മാസം മുതലാണ് ഇതിന്റെ പ്രവർത്തനം നമ്മൾ തുടങ്ങിയത്. കാര്യങ്ങളെല്ലാം കളക്ടർ വിശദീകരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വലിയൊരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ജനസംഖ്യയിൽ 20% കൂടുതൽ ST ജനവിഭാഗം തിങ്ങിപ്പറക്കുന്ന ഒരു ബ്ലോക്ക് എന്ന രീതിയിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യ രാജ്യത്ത് 500 ബ്ലോക്കിനെ തെരഞ്ഞെടുക്കുമ്പോൾ കടപ്പ ബ്ലോക്ക് പഞ്ചായത്തിനെ തെരഞ്ഞെടുക്കുകയുണ്ടായതൊന്നും അതെല്ലാം കളക്ടർ വിശദീകരിക്കും. 112ാമത്തെ ബ്ലോക്ക് പഞ്ചായത്താണ് ഇന്ത്യ രാജ്യത്ത് നമ്മളുള്ളത്. തീർച്ചയായിട്ടും അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അത് കുറച്ച് കൊണ്ടുവന്നിട്ട് 100ലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനം കളക്ടറുടെ നേതൃത്വത്തിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കളക്ടറുടെയും അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വലിയൊരു സഹായം നമ്മുടെ പരപ്പ ബ്ലോക്കിൽ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ IAS മുഖ്യാതിഥിയായി. 30 വയസ്സിന് മുകളിലുള്ള ആളുകൾ എല്ലാവരെയും ഈ ഒരു ടെസ്റ്റ് എടുത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള മെഡിസിൻ കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ അത് അടുത്ത ഒരു 3 മാസത്തിനകം ഇത് വളരെ പ്രധാനപ്പെട്ടത്. കാരണം ഇപ്പൊ നമ്മള് പരപ്പ ബ്ലോക്കില് 17% ആളുകൾക്ക് മാത്രമേ നമുക്ക് ഈ ഷുഗർ ടെസ്റ്റ് എടുത്തിട്ടുണ്ട്, ഷുഗർ ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ആളുകളെല്ലാം നമ്മള് ഇതിൽ ഉൾപ്പെടുത്തി ടെസ്റ്റ് എടുത്ത് അവർക്ക് എന്തെങ്കിലും ചികിത്സ വിഷം ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ബ്ലോക്കിൽ പ്രത്യേകിച്ച് ഈ തേൻ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന ഒരുപാട് സംഭരണങ്ങൾ ഉണ്ട്. അപ്പൊ അവർക്കെല്ലാം റിവോൾവിംഗ് ഫണ്ട് കൊടുക്കുന്നതിലും നമുക്ക് 100% എത്തിക്കണം. അത് ഒരു ഇതാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ ഒരു 6 കാറ്റഗറിയില്ല 6 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉള്ളത്. ഈ 6 മേഖലകളിലും നമ്മൾ അടുത്ത 3 മാസത്തില് 100%ത്തിലേക്ക് പരപ്പ ബ്ലോക്ക് എത്തിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എല്ലാവരുടെയും സഹകരണവും വളരെ അത്യാവശ്യമാണ്. ഇതിലെ നമ്മുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രതിനിധികളും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർമാരും അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ജനങ്ങളും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടിൽ നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പരപ്പ ബ്ലോക്കിന് വളരെ വികസിതമായിട്ടുള്ള ഒരു ബ്ലോക്കായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോളി, നീതി ആയോഗ് പ്രതിനിധികളായ ദീപക് നെയ്ൽവാൾ, അമൻ യാദവ്, ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ കലാമുദ്ദീൻ M എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളായ രജനി കൃഷ്ണൻ, M പത്മകുമാരി, അന്നമ്മ മാത്യു, ജോസ് കുത്തിയത്തോട്ടിൽ, ഷോബി ജോസഫ്, പ്രമോദ്, ഓമന, ജെയിംസ്, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ, അംഗൻവാടി ജീവനക്കാർ, ട്രൈബൽ ഓഫീസർ, പ്രൊമോട്ടർമാർ എന്നിവരെയും പരിപാടിയിൽ പങ്കെടുത്തു. 13 ഊരുകൂട്ടങ്ങളിൽ നിന്നായി 200-ലധികം ആളുകൾ പങ്കെടുത്തു. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അനീമിയ സ്ക്രീനിംഗ്, ഗർഭിണികൾക്കായുള്ള പ്രത്യേക ക്ലിനിക് എന്നിവയും ക്യാമ്പിലുണ്ടായിരുന്നു. പരിപാടിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോസഫ് M ചാക്കോ സ്വാഗതവും മെഡിക്കൽ ഓഫീസർ അലോക് B രാജ് നന്ദിയും പറഞ്ഞു.